അപ്പോൾ ഇനി ഒരു കലാകാരൻ കൂടിയുണ്ട്. ഭാസി ചേട്ടാ നമസ്കാരം. ഭാസി ചേട്ടൻ എനിക്കൊരു അവാർഡ് കിട്ടിയ കലാകാരൻ കൂടിയാണ്. 2022 ടെലിവിഷൻ അവാർഡ്. 2022 ടെലിവിഷൻ അവാർഡ് ഭാസിക്ക്. അന്ന് എന്ത് ഐറ്റം ആയിരുന്നു അത്? മികച്ച ഹാസ്യതാരം. മികച്ച ഹാസ്യതാരം ഏതായിരുന്നു ഐറ്റം? അത് കോമഡി സ്റ്റാർസിലെ പെർഫോമൻസ് ആയിരുന്നു. ഭാസി ശരിക്കും ചെമ്പ് വൈക്കംകാരനാണ്. ചെമ്പിലല്ല, ഞാൻ തലയാളം പഞ്ചായത്ത് വൈക്കംകാരനാണ്. വൈക്കത്തിന്റെ ഒരു കലാ സ്പർശമുണ്ട്. തീർച്ചയായിട്ടും സിനിമയിലെ കാണുവാടുത്തോടെ അഭിനയിക്കാനുള്ള അഭിനയിച്ചു വരണം. ഏതാണ്? മറ്റേ ജിത്തു ജോസഫ് സാറിന്റെ പുതിയ പടം നുണക്കുഴിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കലാകാരൻ കൂടി ചെമ്പിൽ നിന്നുണ്ടായി വരുന്നു മമ്മൂട്ടിക്ക് ശേഷം. ഓക്കെ, വൈക്കത്ത് നിന്ന്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ വിശേഷങ്ങൾ കൂടി സംസാരിക്കണം. അതിന് മുമ്പ് ചേട്ടൻ എന്തോ ഒരു കാര്യം പറയാൻ വന്നു. സന്നദ്ധ പ്രവർത്തകനാണ് ചേട്ടൻ അല്ലേ? എഴുത്തുകാരൻ കൂടിയാണ്. എന്തെഴുതും? കവിതകൾ എഴുതാറുണ്ട്. ഒരു കവിത ചൊല്ലിയാലോ? 2 വരി. ചെമ്പിലെ കലാകാരന്റെ ഒരു കവിത. ഞാൻ ഈ കവിതയിൽ ഒരല്പം രാഷ്ട്രീയമുണ്ട്. ഇടതാണോ വലതാണോ? ഐക്യജനാധിപത്യ മുന്നണിയാണോ? ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇടതുപക്ഷ സഹയാത്രികനാ. അതോടൊപ്പം പൗരൻ എന്നുള്ള നിലയിൽ എഴുതിയാണ്. ഹത്രാസിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ശൂർപ്പണഖ എന്ന ഒരു കവിതയാണ്. പി എ രാജപ്പൻ. മൃദുലമേനിയിൽ ചേന്തിയറിയുമേ രുധിരദാഹിയാം കശ്മലക്കൂട്ടത്തെ ചടുല താടനം ചെയ്യാനൊരുങ്ങി നീ, ഇനിയും എന്തേ വരാത്തു നീ രാക്ഷസി. ഓക്കെ. അപ്പം ഹത്രാസിനോടുള്ള ആ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ഈ കവിതയിൽ അല്ലെ? മോദി സർക്കാർ വീണ്ടും വരുമെന്നാണ്. തീക്ഷ്ണമാം കണ്ണുകൾ പർവ്വതങ്ങൾക്കും ഒത്ത മുലകളും ശൂർപ്പസാമ്യ നഖങ്ങളും പേരി നീ, ശൂർപ്പണഖേ വരിക നീ ഭൂമിയിൽ. ഓക്കെ, അപ്പോൾ ഇനിയൊരു മാറ്റം ഉണ്ടാവണം, അതിനുള്ള വിളിയാണിത്. ആണോ? അതെ, തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതെ. എന്താ കോട്ടയം മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ അവസ്ഥ? കോട്ടയം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീ തോമസ് ചാഴിക്കാടൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് എനിക്കൊന്നും പറയാനില്ല. സാമൂഹികമായിട്ട് പറഞ്ഞാൽ രാഷ്ട്രീയ ചാഴിക്കാടൻ വിജയിക്കൂ? സാമൂഹികമായിട്ട് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ സാർ? അതെങ്ങനെ ഒരാളുടെ പറയും? നല്ല രാഷ്ട്രീയ ബോധമുള്ള എന്റെ സംശയത്തില്ല. മൊത്തത്തിലുള്ള ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താ? അത് പറഞ്ഞു വരുമ്പോഴേ ഞാൻ ഒന്നും സംസാരിക്കുന്ന കൂട്ടത്തില്ല. എനിക്ക് പൊതുവായിട്ട് 2 കാര്യം പറയാനുള്ളൂ. രാഷ്ട്രീയ ഒന്ന് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പരമോന്നത കോടതിയാണല്ല സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. എന്താണ്? സാധാരണക്കാരൻ അറസ്റ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂറിൽ അവനെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് അറസ്റ്റ് ചെയ്യുക. ഇതിപ്പോ വാരി എടുത്തിട്ടുണ്ട് പോവുകയല്ലേ. അപ്പൊ ഈ നിയമത്തെ ഒന്നും സാധ്യതയില്ലേ? അതായത് കോൺഗ്രസിന്റെ പണത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? ടാക്സ് അല്ലല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അരവിന്ദ് കെജ്രിവാൾ, അതാണ് വിഷയം. അതൊന്നും അല്ല ഞാൻ പറഞ്ഞ. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ മറ്റുള്ളവർക്ക് ബാധ്യതയില്ലേ? 24 മണിക്കൂർ മുമ്പ് അറിയിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി. ഏത് കാര്യവും ഈ പറയുന്നത്? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണോ? നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം. ഞാൻ അതല്ല, സാധാരണക്കാരന്റെ കാര്യമാണ് പറഞ്ഞത്. അത് അങ്ങനെ സംഭവിച്ചോ? സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രാമ കോടതിയുണ്ട്, അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങനെ നടന്നോളൂ എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ഈ കോടതി വിധിക്ക് എന്താ ഉത്തരവ്? അതാണ് ഞാൻ പെട്ടെന്ന് ദേശീയ തലത്തിലേക്ക് പോയി. അവിടെയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആണോ അല്ലേ? കേജ്രിവാൾ പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ആശങ്കയായിരുന്നു. അപ്പൊ ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. പെൻഷൻ കിട്ടാത്തതിൽ ബുദ്ധിമുട്ടുണ്ടോ? പെൻഷൻ സാധാരണക്കാരന്റെ കാര്യം പറയുമ്പോൾ ചേട്ടപ്പോ സാധാരണക്കാരനല്ലേ? അല്ല, സാധാരണക്കാരന്റെ കാര്യം പറയുമ്പോ അരിയും പെൻഷനും കിട്ടിയ അവരങ്ങനെ ഹാപ്പിയായിട്ട് പോക്കോളും. പിന്നെ ഇവിടെ കിട്ടുന്ന ചമ്പ മത്സ്യം അല്ലേ? ചമ്പം ഒരു പ്രായപരിധി കഴിയുമ്പോൾ സർക്കാർ പെൻഷൻ തരുന്നുണ്ട്. ഞാൻ പെൻഷൻ പറ്റുന്ന സമയത്ത് ഞാനൊരു ലൈസൻസ് ചോദിച്ചു തരിക. അന്ന് 25 രൂപ 33 പൈസ. ഇന്നിപ്പോ 50 രൂപ 33 പൈസ. ഇതുകൊണ്ടൊരു കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. ഫിഷറിയുടെ മത്സ്യം പിടിക്കുന്നതിന്റെ കിട്ടിയില്ലേ? അവര് തരികയല്ല. പെൻഷൻ പറ്റിയ റിട്ടയർമെന്റ് പോലെ ആനുകൂല്യം പോലും തരാത്തൊരു വിഭാഗം ഉള്ളത് മത്സ്യത്തൊഴിലാളി. സർക്കാർ സർവീസിലായിരുന്നോ? അല്ല, ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതൊഴിച്ചു നിർത്തിയ ജീവിത സുന്ദരമാണ്. ആണോ? അങ്ങനെയാണോ വിലയിരുത്തൽ? അത് തന്നെ ശരി. ഓക്കെ.